പ്രിയപ്പെട്ട കുട്ടികളെ, അലിഫ് അറബിക് 2024 അതായത് ഈ വർഷം നടത്തിയ ടാലൻറ്റ് ടെസ്റ്റിലെ 20 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഓരോ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, കം ആയ ഫി അസ്അരി സൂവരിൽ ഖുർആനിൽ കരീം. ഖുർആനിലെ സൂറത്തുകളിൽ ഏറ്റവും ചെറിയ സൂറത്തിൽ എത്ര ആയത്തുകളുണ്ട് എന്നാണ് ചോദ്യം. മനസ്സിലായോ? ഖുർആനിലെ സൂറത്തുകളിൽ 114 സൂറത്തുകളുണ്ട്. ആ 114 സൂറത്തുകളിൽ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്? അതെ, സൂറത്തുൽ കൗസർ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. ആ സൂറത്തിൽ എത്ര ആയത്തുകളുണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, കണ്ടെത്തു നിങ്ങൾ. എ ഓപ്ഷൻ 2 ആയത്തുകൾ എന്നാണ്, ബി ഓപ്ഷൻ 3 ആയത്തുകൾ എന്നാണ്, സി ഓപ്ഷൻ 5 ആയത്തുകൾ എന്നാണ്, ഡി ഓപ്ഷൻ 4 ആയത്തുകൾ എന്നാണ്. ഏതാണ് ശരി? അതെ, 3 ആയത്തുകൾ എന്നാണ്. ഓപ്ഷൻ ബി ആണ് ശരി. 3 ആയത്തുകൾ എന്നുള്ളതാണ് ശരി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ജലസ മുഹമ്മദുൻ അലൽ കുർസി. ഇതിൽ ജലസ എന്നുള്ളത് ഫിഅലാണ്. അതായത് ജലസ മുഹമ്മദുൻ അലൽ കുർസി എന്ന് പറയുമ്പോൾ മുഹമ്മദ് കസേരയിൽ ഇരിക്കുന്നു. ഈ ഒരു സെൻറ്റൻസിൽ ജലസ എന്നുള്ളത് ഫിഅലാണ്, മുഹമ്മദ് എന്നുള്ളത് എന്താണ് എന്നാണ് ചോദ്യം. എ ഓപ്ഷൻ ഹർഫാണോ, ബി മഫ്ഊലാണോ, സി ഫായിലാണോ, ഡി അംറാണോ? ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇതിന് ആൻസർ എന്താണ്? ഫായില് എന്നുള്ളതാണ് അല്ലേ? ഫായില് എന്നുള്ളതാണ് ഇതിന് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഐന ഉലിദൽ ഇമാം അബു ഹനീഫ. ഇമാം അബു ഹനീഫ എവിടെയാണ് ജനിച്ചത്? അബു ഹനീഫ ഇമാം ജനിച്ചത് എവിടെ? എ ഓപ്ഷൻ മക്ക എന്നാണോ, മദീന എന്നാണോ, ഫലസ്തീൻ എന്നാണോ, കൂഫ എന്നാണോ? ഏതാണ് ശരി? അതെ, ഡി ഓപ്ഷനായ കൂഫ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. നാലാമത്തെ ചോദ്യം, KATF. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, അറബിക് അധ്യാപക സംഘടനയാണ്. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷനാണ് KATF. അതിൻ്റെ അറബി എന്താണ്? ഒന്നാമത്തത് എ ഇത്തിഹാദ് മുഅല്ലിമിൽ അറബിയ്യത്ത് ബി കേരള എന്നാണോ, ബി ഓപ്ഷൻ ഇത്തിഹാദ് മുഅല്ലിമിൽ അക്കാദമി ബി കേരള എന്നാണോ, സി ഓപ്ഷൻ ഇത്തിഹാദ് മുഅല്ലിമിൽ അജമി ബി കേരള എന്നാണോ, ഡി ഓപ്ഷൻ ഇത്തിഹാദ് മുഅല്ലിമിൽ അജമി ബി കേരള എന്നാണോ? ഏതാണ് ശരിയായ ഉത്തരം? അതെ, ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് അല്ലേ? ഇത്തിഹാദ് മുഅല്ലിമി അറബിയത്തി ബി കേരള. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മതാ ഖുതില മഹാത്മാ ഗാന്ധി. ഗാന്ധിജി എപ്പോഴാണ് കൊല്ലപ്പെട്ടത്? ഗാന്ധിജി എപ്പോഴാണ് കൊല്ലപ്പെട്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1947, ഓപ്ഷൻ ബി 1950, ഓപ്ഷൻ സി 1948, ഓപ്ഷൻ ഡി 1949. ഏതാണ് എന്ന് കണ്ടെത്തൂ. അതെ, ഓപ്ഷൻ സി 1948 എന്നാണ് ഉത്തരം. നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഗാന്ധിജി കൊല്ലപ്പെടുന്നത്, 1948. അടുത്ത ചോദ്യം, അടുത്തത് 6ാമത്തെ ചോദ്യമാണ്, ഉക്തുബ് മുളാരിയ ലികലിമതി സറഅ. സറഅ എന്ന വാക്കിൻ്റെ മുളാരി എന്താണ് എന്നുള്ളത് കണ്ടെത്താനാണ്. ഓപ്ഷൻ എ സറഅത്ത് എന്നാണോ, ഓപ്ഷൻ ബി യസ്റഉ എന്നാണോ, ഓപ്ഷൻ സി സിറാഅത്ത് എന്നാണോ, ഓപ്ഷൻ ഡി മസ്റഅ എന്നാണോ? ഏതാണെന്ന് കണ്ടെത്തുക. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി യസ്റഉ എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ബി യസ്റഉ എന്നുള്ളതാണ് ഉത്തരം. അടുത്തത് 7ാമത്തെ ചോദ്യം, മുദീറുൽ മുഖാത്ത. മുദീറുൽ മുഖാത്തഅത്ത് എന്നാൽ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണ്? എ ഓപ്ഷൻ MLA എന്നാണോ, ബി ഓപ്ഷൻ ഡിസ്ട്രിക്ട് കളക്ടർ എന്നാണോ, സി ഓപ്ഷൻ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്താണോ, ഡി ഓപ്ഷൻ ഡിസ്ട്രിക്ട് ജഡ്ജി എന്നാണോ? ഏതാണെന്നുള്ളത് കണ്ടെത്തുക. ഓക്കെ, ഉത്തരം നമുക്ക് നോക്കാം. മുദീറുൽ മുഖാത്തഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖാത്തഅത്ത് എന്ന് പറഞ്ഞാൽ ജില്ല എന്നാണ്. മുദീർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, കളക്ടർ എന്നാണ്. മാനേജർ, കളക്ടർ എന്നൊക്കെയാണ് മുദീർ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഡിസ്ട്രിക്ട് കളക്ടർ എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരമായി വരിക. അടുത്ത ചോദ്യം, അടുത്തത് 8ാമത്തെ ചോദ്യമാണ്,
ഐന യജ്രി കഅ്സ് യൂറോ 2024. 2024 നടന്ന യൂറോ കപ്പ് ഫുട്ബോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും, പലരും കണ്ടിട്ടുണ്ടാകും. യൂറോ കപ്പ് ഫൈനൽ, അതായത് യൂറോ കപ്പ് എവിടെ വെച്ചാണ് നടന്നത്? 2024 നടന്ന യൂറോ കപ്പ് മത്സരം ഏത് രാജ്യത്തിൽ വെച്ചാണ് നടന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജസായിർ എന്നാണോ? ഓപ്ഷൻ ബി മഗ്രിബ് എന്നാണോ? ഓപ്ഷൻ സി ഇറ്റലി എന്നാണോ? ഓപ്ഷൻ ഡി അൽമാനിയ ജർമ്മനി എന്നാണോ? എല്ലാവരും ഉത്തരം കണ്ടെത്തൂ. അതെ, ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അൽമാനിയ എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. അൽമാനിയ ജർമ്മനി എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. അടുത്തത് 9ാമത്തെ ചോദ്യം. ഇഖ്തിർ അസ്സഹീഹ്, ശരിയായത് തിരഞ്ഞെടുക്കുക. തിസ്ഉത്തുല്ലാബിൻ 9 വിദ്യാർത്ഥികൾ എന്നത് അറബിയിൽ എങ്ങനെ പറയാമെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തിസ്ഉത്തുല്ലാബിൻ എന്നാണോ? ഓപ്ഷൻ ബി തിസ്ഉത്തുല്ലാബൻ എന്നാണോ? ഓപ്ഷൻ സി തിസ്അത്തു തുല്ലാബിൻ എന്നാണോ? ഓപ്ഷൻ ഡി തിസ്അത്തു തുല്ലാബൻ എന്നാണോ? ഏതാണ് ശരിയായ ഉത്തരം? അതെ, നമുക്കറിയാം ഇവിടെ ഉത്തരം തിസ്അത്തു തുല്ലാബിൻ എന്നാണ്. എന്തായിരുന്നു കാരണം? 3 മുതൽ 9 വരെ 10 വരെ പറയുമ്പോൾ നമുക്കറിയാം മഅദൂദ്, അതായത് എണ്ണത്തിന് ശേഷമുള്ളതിന് ജംആയിരിക്കും, കസറുമായിരിക്കും. അതുകൊണ്ടാണ് ബാഇന് ഇവിടെ കസർ കൊടുത്തത്. അതുപോലെ എണ്ണവും അദദും മഅദൂദും, എണ്ണവും അതിന് ശേഷമുള്ളതും ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് എണ്ണം ആണാണെങ്കിൽ, മുദക്കറാണെങ്കിൽ മഅദൂദ് ശേഷമുള്ളത് പെണ്ണായിരിക്കും. അപ്പോൾ ഇവിടെ തുല്ലാബ് എന്നുള്ളത് ആൺകുട്ടികൾ, വിദ്യാർത്ഥികൾ എന്നല്ലേ? അത് ആൺകുട്ടികളല്ലേ? അതുകൊണ്ട് തിസ്അത്ത് എന്നുള്ളത് പെണ്ണായിരിക്കണം. അതുകൊണ്ടാണ് അവിടെ താ ചേർത്തത്. ഓക്കെ, ഏതായാലും ഉത്തരം തിസ്അത്തു തുല്ലാബിൻ എന്നാണ്. അടുത്തത് 10ാമത്തെ ചോദ്യം. സിലാഹുൻ ജംഉഹു, സിലാഹ് എന്നുള്ളതിൻ്റെ ജംഅ എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ അസ്ലിഹത്ത് എന്നാണോ? ഓപ്ഷൻ ബി അസ്ലിഹത്ത് എന്നാണോ? സിലാഹത്ത് എന്നാണോ? സുലൂഹ് എന്നാണോ? ഉത്തരം നമുക്കറിയാം. ഓപ്ഷൻ എ അസ്ലിഹത്ത് എന്നാണ്. സിലാഹ് അതിൻ്റെ ജംഅ അസ്ലിഹത്ത് എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇനി 11ാമത്തെ ചോദ്യമാണ്. കം അഅ്ലാ ലോകസഭ മിൻ വിലായത്തി കേരള, കേരള സംസ്ഥാനത്തിലെ ലോകസഭ അംഗങ്ങളുടെ എണ്ണം എത്ര? ലോകസഭ ഇപ്പോൾ ഇവിടെ അടുത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ലോകസഭയിലേക്കുള്ള അംഗങ്ങളുടെ എണ്ണം എത്ര കേരളത്തിലെ? ഓപ്ഷൻ എ 60 എന്നാണോ? ഓപ്ഷൻ ബി 140 എന്നാണോ? ഓപ്ഷൻ സി 40 എന്നാണോ? ഓപ്ഷൻ ഡി 20 എന്നാണോ? ഏതാണ് ശരിയായ ഉത്തരം? അതെ, നമുക്കറിയാം ഉത്തരം ഡി ആണ്, 20. ലോകസഭാ അംഗങ്ങളുടെ എണ്ണം 20 കേരളത്തിൽ. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം. മത നെഹ്തഫിലു ബിയോമിൽ ജുംഹൂരിയത്തിൽ ഹിന്ദി, ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ നാം ആഘോഷിക്കുന്നത് എപ്പോഴാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ നാം ആഘോഷിക്കുന്നത്? എ യൂനിയോ 19 ജൂൺ 19, ബി അഗസ്റ്റ് 15 സി യൂലിയോ 29 ജൂലൈ 29, ഡി യനായിർ 26 ജനുവരി 26. ഏത് ദിവസത്തിലാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ആയി നാം ആഘോഷിക്കുന്നത്? ഉത്തരം നോക്കാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. യനായിർ 26, ജനുവരി 26 ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ആയി നാം ആഘോഷിക്കുന്നത്. 13ാമത്തെ ചോദ്യം. മൻസിൽ അതിൻ്റെ മുത്രാദിഫാണ് ബൈത്ത്. മൻസിൽ എന്ന് പറഞ്ഞാൽ വീടാണ്, ബൈത്ത് എന്ന് പറഞ്ഞാലും വീട്. ഓക്കെ, പര്യായപദം. വജബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് എന്നാണ്. വജബത്ത് എന്ന് പറഞ്ഞാൽ ഫുഡ്. വജബത്ത് എന്നതിൻ്റെ പര്യായപദം ഏത്? ഫർള് എന്നാണോ? ത്വാമ് എന്നാണോ? സുന്നത്ത് എന്നാണോ? കറാഹത്ത് എന്നാണോ? സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ടാകും എല്ലാവർക്കും ആൻസർ. ഉത്തരം ത്വാം എന്നുള്ളതാണ് അല്ലേ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ത്വാം എന്നുള്ളതാണ് ആൻസർ. ഇനി 14ാമത്തെ ചോദ്യം. മാ ഹുവ ദഹബുൽ അസ്വദ്, മാ ഹുവ ദഹബുൽ അസ്വദ്, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്. മാ ഹുവ ദഹബുൽ അസ്വദ്, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന വസ്തു ഏതാണ്? ഓപ്ഷൻ എ ഫുൽഫുൽ എന്നാണോ? ബി ഫോഫുൽ എന്നാണോ? സി ഫലാഫിൽ എന്നാണോ? ഡി ഫനസ് എന്നാണോ? ഏതാണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്?
ഓക്കെ, ആൻസർ മലയാളം എല്ലാവർക്കും അറിയും, കുരുമുളക് അല്ലേ? ഓപ്ഷൻ എന്താണ്? ഏതായിരുന്നു ഉത്തരം? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഫുൽഫുൽ, കുരുമുളക് എന്നുള്ളതാണ് ഉത്തരം, ഫുൽഫുൽ. അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം. മൻ വസീറുൽ കഹ്റുബാഇ ഫി കേരള ഹാലിയൻ? ഇപ്പോഴത്തെ കേരളത്തിലെ വൈദ്യുത മന്ത്രി ആരാണ് എന്നാണ് ചോദ്യം. ആരാണ് ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രി? വസീറുൽ കഹ്റുബാഇ ഫി കേരള ഹാലിയൻ. ഇപ്പോഴത്തെ കേരളത്തിലെ വൈദ്യുത മന്ത്രി ആരാണ്? ഓപ്ഷൻ എ കൃഷ്ണൻകുട്ടി എന്നാണോ? ഓപ്ഷൻ ബി ബാലഗോപാലൻ എന്നാണോ? ഓപ്ഷൻ സി ശിവൻകുട്ടി എന്നാണോ? ഓപ്ഷൻ ഡി പിണറായി വിജയൻ എന്നാണോ? ആരാണ് വൈദ്യുത മന്ത്രി? അതെ, ഉത്തരം ഓപ്ഷൻ എ ആണ്, കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുത മന്ത്രി. അടുത്ത ചോദ്യം, ഇനി 16ാമത്തെ ചോദ്യമാണ്. സിറുൻ ലിദ്ദുഹു ജഹ്റുൻ. സിറ് എന്ന് പറഞ്ഞാൽ രഹസ്യമാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് വാക്കാണ് ജഹ്ർ, പരസ്യം എന്നുള്ളത്. അതുപോലെ ഫാസ, അതിൻ്റെ ലിദ് എന്താണ്? ഫാസ എന്ന് പറഞ്ഞാൽ വിജയിച്ചു എന്നാണ്, അതിൻ്റെ ലിദ് എന്താണ് വരിക? ഓപ്ഷൻ എ ഹസിന എന്നാണോ? ഓപ്ഷൻ ബി ഫരിഹ എന്നാണോ? ഓപ്ഷൻ സി ഹസന എന്നാണോ? ഓപ്ഷൻ ഡി ഫഷില എന്നാണോ? ഫാസ എന്ന് പറഞ്ഞാൽ ജയിച്ചു, അപ്പോൾ തോറ്റു എന്നുള്ളതിൻ്റെ അറബിയാണ് കിട്ടേണ്ടത്. ഏതാണ് ഉത്തരം? അതെ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഫഷില എന്നുള്ളതാണ് ഉത്തരമായി വരിക. ഓപ്ഷൻ ഡി ഫഷില. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യമാണ്. ഇഖ്തിർഷാദ്, ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കാനാണ്. ഒറ്റപ്പെട്ടത് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ മൻലൂം എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ഹിവാർ. ഓപ്ഷൻ സി മജ്ലിസ്. ഓപ്ഷൻ ഡി ഖിസ്സ. ഇതിൽ ഏതാണ് ഒറ്റപ്പെട്ടത്? കണ്ടെത്തൂ. നമുക്കറിയാം, ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ഏതാണ്? മൻലൂം ഏതാണ്? കവിതയാണ്. ഹിവാർ എന്ന് പറഞ്ഞാൽ സംഭാഷണമാണ്. ഖിസ്സ എന്ന് പറഞ്ഞാൽ കഥയാണ്. ഇതൊക്കെ നമ്മുടെ പാഠഭാഗങ്ങളിലൊക്കെ വരുന്നതാണ്. എന്നാൽ മജ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒറ്റപ്പെട്ടതാണ്, അത് സദസ്സ് എന്നുള്ളതാണ് അല്ലേ? മജ്ലിസ് എന്ന് പറഞ്ഞാൽ അത് സദസ്സാണ്. അപ്പോൾ ഇതിൽ ഷാദായ വാക്ക് മജ്ലിസ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, റജഅ സാലിമുൻ ഡാഷ് മദ്രസത്തി ഇലൽ ബൈത്തി. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. റജഅ സാലിമുൻ, സാലിം മടങ്ങി, ഡാഷ് മദ്രസത്തി ഇലൽ ബൈത്തി, സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി എന്നാണ് കണ്ടെത്തേണ്ടത്. അതിൽ സ്കൂളിൽ നിന്ന് എന്നുള്ളതിൻ്റെ അറബി കിട്ടണം. ഓപ്ഷൻ എ ഫി എന്നാണോ? ഓപ്ഷൻ ബി അല എന്നാണോ? ഓപ്ഷൻ ബി എന്നാണ്? ഓപ്ഷൻ സി ബി എന്നാണോ? ഓപ്ഷൻ ഡി മിൻ എന്നാണോ? ഏതാണ് ഉത്തരം? അതെ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും. ഓപ്ഷൻ ഡി ആണ്, മിൻ എന്നുള്ളതാണ് ഉത്തരം അല്ലേ? മിൻ എന്നുള്ളതാണ് ഉത്തരം. അടുത്തത് 19ാമത്തത്, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കം മുഖാത്തഅത്ത് ഫി കേരള. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? മുഖാത്തഅത്ത് എന്ന് പറഞ്ഞാൽ ജില്ലകളാണ്. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? ഓപ്ഷൻ എ 13, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 12. എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. ഓപ്ഷൻ സി ആണ് ഉത്തരം, 14. അടുത്ത ചോദ്യം, ഐന തഖൗ ജാമിയത്ത് കാലിക്കോത്ത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കാലിക്കോത്ത് ആണോ? ഓപ്ഷൻ ബി മലപ്പുറം, ഓപ്ഷൻ സി കോട്ടയം, ഓപ്ഷൻ ഡി കണ്ണൂർ. എവിടെയാണ്, ഏത് ജില്ലയിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്? എല്ലാവർക്കും അറിയുന്നതാണ്. എവിടെയാണ്? മലപ്പുറം. അതെ, മലപ്പുറത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇത്രയാണ് ഈ വർഷത്തെ അലിഫ് ടാലൻറ്റ് ടെസ്റ്റിലെ ചോദ്യങ്ങളുണ്ടായിരുന്നത്. ഇത് UP പരീക്ഷയ്ക്ക് നടന്ന ചോദ്യങ്ങളാണ്. അടുത്തത് LP പരീക്ഷയ്ക്ക് HSS പരീക്ഷകളിലൊക്കെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നാം വിശകലനം ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കണ്ടവർക്കും കേട്ടവർക്കെല്ലാം ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.